ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 17-ാം അധ്യായമായ ശ്രദ്ധാത്രയ വിഭാഗ യോഗത്തിലെ 21 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 22-ാമത്തെ ശ്ലോകം നോക്കാം. അദേശകാലേയദാനം അപാത്രേഭ്യശ്ച ദീയത്തെ അസൽകൃതം അവജ്ഞാതം തത്താമസമുദാഹൃതം. അദേശകാലേ, അനുചിതമായ ദേശത്തും കാലത്തും, അനുചിതമായ സ്ഥലത്തും സമയത്തും, അപാത്രേഭ്യച, അർഹമല്ലാത്ത പാത്രത്തിലും, അതായത് അർഹനല്ലാത്ത വ്യക്തിക്കും, അസൽകൃതം, ആദരപൂർവമല്ലാതെയും, അവജ്ഞാതം, നിന്ദയോടെയും, യത് ദാനം ദീയതേ തത്, ഏതൊരു ദാനമാണോ ചെയ്യപ്പെടുന്നത് ആ ദാനം താമസമുദാഹൃതം, താമസീക ദാനത്തിന് ഉദാഹരണമാണ്. അനുചിതമായ സ്ഥലത്തും സമയത്തും അർഹമല്ലാത്ത പാത്രത്തിലും അർഹതയില്ലാത്ത വ്യക്തിക്കും ആദരപൂർവമല്ലാതെയും നിന്ദയോടെയും അവജ്ഞയോടെയും ഒക്കെ നൽകപ്പെടുന്ന ദാനം താമസിക ദാനത്തിന് ഉദാഹരണമാണ്. അഥവാ അങ്ങനെയുള്ള ദാനം താമസികമാണ്. ഇതാണ് ഭഗവാൻ പറയുന്നത്. ഉചിതമല്ലാത്ത സമയത്തും അവിശുദ്ധമായ സ്ഥലത്തും, ഉചിതമല്ലാത്ത സ്ഥലത്തും അനർഹരായവർക്കും നൽകപ്പെടുന്ന ദാനം, അതുപോലെ ആദരം കൂടാതെയോ അവജ്ഞയോടെയോ നൽകപ്പെടുന്ന ദാനം, ഇവയെല്ലാം താമസികമായതാണ്, താമസികമായ ദാനങ്ങളാണ് എന്ന് പറയപ്പെടുന്നു. അർഹതയില്ലാത്ത കാര്യത്തിന് ദാനം ചെയ്യുന്നത് താമസികമാണ്. ഉദാഹരണത്തിന് മദ്യപാനത്തിനോ ചൂതുകളിക്കോ ഒക്കെ വേണ്ടി ഉള്ള ദാനം. പൂർണ്ണ മനസ്സോടെയും ബഹുമാനത്തോടെയും വേണം ദാനം ചെയ്യുവാൻ. അല്ലാത്ത ദാനം താമസികമാണ്. ദാനം സ്വീകരിക്കുന്നയാൾക്ക് നമ്മൾ എന്തോ സഹായം ചെയ്തു എന്ന ഭാവമല്ല ഉണ്ടാകേണ്ടത്. മറിച്ച് നമുക്കൊരു സൽപ്രവൃത്തി ചെയ്യുവാൻ അയാൾ അവസരം തന്നു എന്ന നന്ദി കൊടുക്കുന്നയാൾക്കാണ് ഉണ്ടാകേണ്ടത്. അപ്പോഴാണത് സാത്വികമാവുകയുള്ളൂ. അല്ലാതെ നമ്മുടെ ഡംബ് കാണിക്കുവാൻ വേണ്ടി നൽകുന്നതെല്ലാം ദാനമല്ല, അത് താമസികമായ പ്രവൃത്തിയാണ് എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ ഇതാണ് താമസികമായ പ്രകൃതി, താമസപ്രകൃതിയോടുകൂടിയുള്ള ദാനങ്ങൾ എന്താണ് എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.